ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HTML ലിസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് HTML ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HTML സപ്പോർട്ട് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റ്, രണ്ടാമത്തെ ഓർഡേർഡ് ലിസ്റ്റ്, മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അതിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് UL ടാഗ് ആണ്. UL ടാഗ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതൊരു അൺഓർഡർഡ് ലിസ്റ്റ് ആയിരിക്കും പിന്നീട് ക്രിയേറ്റ് ആയി വരുന്നത്. അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു ഓർഡർ കാണത്തില്ല. അപ്പൊ അതായത് അതൊരു ഡോട്ട് ബുള്ളറ്റ് ഇട്ട് ആ ഒരു രീതിയിലായിരിക്കും ബൈ ഡിഫോൾട്ട് അത് വരുന്നത്. ബുള്ളറ്റ് ഇട്ട് താഴെ താഴെ ആയിരിക്കും അതിന്റെ എലമെന്റ്സ് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോ ഐറ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് LI ലിസ്റ്റ് ഐറ്റംസ് ടാഗ് കൂടി കൊടുക്കുക. LI ടാഗിന്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമുക്ക് ലിസ്റ്റിൽ വരേണ്ട എന്താണോ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എത്ര ഐറ്റംസ് വേണം എത്ര ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ആ ഒരു അൺഓർഡർഡ് ലിസ്റ്റിന്റെ അകത്ത് ഐറ്റംസ് വരിക. അതായത് നമുക്കൊരു ഓർഡർ കാണത്തില്ല, ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കില്ല ആ ഒരു ലിസ്റ്റ് വരിക. ഒരു ഡോട്ട് ഇട്ട് താഴെ താഴെ ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഐറ്റംസ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് OL ടാഗ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ്, അതുകൊണ്ട് OL ടാഗ് ആണ് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അഗെയിൻ നമുക്ക് അതിൻ്റെ അകത്ത് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമിലർ ആയിട്ട് ഇങ്ങനെ തന്നെ LI ടാഗിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1 2 3 ആ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് എന്ത് വരിക, ഓർഡർ ലിസ്റ്റിന്റെ അകത്ത് ഐറ്റംസ് നമുക്ക് ബ്രൗസറിൽ വ്യൂ ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് HTML സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആണ്. അത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ടേമും കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കാണും. അങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബേസിക്കലി വേണ്ട ടാഗ് എന്ന് പറയുന്നത് DL ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ടേം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടാഗാണ് DT എന്ന് പറയുന്ന ടാഗ്. DT ടാഗിന്റെ ഉള്ളിൽ വേണം നമ്മൾ ടേം കൊടുക്കാനായിട്ട്. ഞാൻ ടേം ബൈക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് DD ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. DD ടാഗിന്റെ ഉള്ളിൽ വേണം DD ടാഗിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ദെൻ സിമിലർലി നമുക്ക് എത്ര വേണമെങ്കിലും ഐറ്റംസ് ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഒരു ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിന്റെ അകത്ത് കണ്ടന്റ്സ് വരുന്നത്. അതായത് അതിന്റെ ടേം വരും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഡിസ്ക്രിപ്ഷൻ നെക്സ്റ്റ് ലൈനിൽ വരും.
അതുപോലെ തന്നെ അടുത്ത ടൈം വരും, അതിന് കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ നെക്സ്റ്റ് ലൈനിലായിട്ട് വരും. അങ്ങനെ ആയിരിക്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പാണ് ലിസ്റ്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിന് യൂസ് ചെയ്യുന്ന ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.